നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായ ഈ സംഘടന ബംഗളൂരു ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ പര്യവേക്ഷണം, വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, ഉപഗ്രഹ വിക്ഷേപണം എന്നിവയാണ് ISROയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് ISROയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത ISROയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഏതാനും മാസങ്ങൾക്കിടെ 120ഓളം ശാസ്ത്രജ്ഞരെങ്കിലും രാജിവെച്ചെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ പ്രധാന ദൗത്യങ്ങളിൽ പങ്കാളികളായ ശാസ്ത്രജ്ഞരുടെ രാജി സ്വീകരിക്കുന്നതിലും മറ്റും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് നിബന്ധനകൾ കർശനമാക്കിയതായും ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അതായത് അടിക്കടി ഇപ്പോൾ ഓരോ ശാസ്ത്രജ്ഞരായിട്ടും ഇത്തരത്തിൽ രാജിവെക്കുന്നത് ഈ ഒരു മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്രവും അല്പം കടുപ്പിച്ചു തന്നെയാണ്. കാരണം ഇനി അങ്ങനെ രാജിവെക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിബന്ധനകളാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഗഗൻയാൻ ദൗത്യത്തിലടക്കം പങ്കാളികളായ ശാസ്ത്രജ്ഞരാണ് VRS എടുക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ബംഗളൂരിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്ന് മാത്രം 80ഓളം പേരാണ് ജോലി വിട്ടിരിക്കുന്നത്. VSSയിൽ നിന്ന് 20ഓളം പേരും ജോലിയിൽ നിന്ന് രാജിവെച്ചു. ഈ കുറച്ച് മാസങ്ങൾക്കിടെ 120 ശാസ്ത്രജ്ഞരെങ്കിലും ജോലി വിട്ടതായും ഒരുപക്ഷെ ഇനിയും കൂടുതൽ പേർ ജോലി വിട്ടേക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. LVM-3 പ്രൊജക്ട് ഡയറക്ടർ, സ്പൈഡക്സ് പ്രൊജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ തുടങ്ങിയവരാണ് ISROയിൽ നിന്ന് അടുത്തിടെ ജോലി വിട്ടവരിൽ പ്രമുഖർ. ഈ സാഹചര്യത്തിലാണ് ഗ്രൂപ്പ് A വിഭാഗത്തിൽപ്പെടുന്ന ശാസ്ത്രജ്ഞർ ജോലി രാജിവെക്കുകയോ സ്വയം വിരമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പുതിയ നിബന്ധനകൾ കർശനമാക്കിയത്. ഇന്ത്യയിൽ വളർന്നു വരുന്ന സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളും എയ്റോസ്പേസ് കമ്പനികളും ഉയർന്ന പദവികളും ആകർഷകമായ ശമ്പളവും വാഗ്ദാനം ചെയ്ത് പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഗഗൻയാൻ പോലെയുള്ള പദ്ധതികളിൽ അംഗങ്ങളായവരുടെ രാജിയോ VRS അപേക്ഷയോ ഇനി സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് സ്വീകരിക്കില്ലെന്നാണ് പുതിയ സർക്കുലർ. പദ്ധതികൾ പൂർത്തിയാകുന്നത് വരെ ഇവരുടെ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നും സെന്റർ ഡയറക്ടർമാർക്ക് നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഇനി മുതൽ ഇത്തരം അപേക്ഷകളിൽ സെന്റർ ഡയറക്ടർ സ്വയം തീരുമാനം എടുക്കരുതെന്നും ഇത് അന്തിമ അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ബഹിരാകാശ വകുപ്പിന് കൈമാറണമെന്നും സർക്കുലറിൽ പറയുന്നു. ISROയുടെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ 1339 ജീവനക്കാരും VSSയിൽ 4577 ജീവനക്കാരുമാണ് ജോലി ചെയ്യുന്നത്. ഈ കണക്കുകൾ പ്രകാരം ജീവനക്കാരിൽ വളരെ കുറച്ച് ശതമാനം പേർ മാത്രമാണ് രാജിവെക്കുന്നതും VRSന് അപേക്ഷിക്കുന്നതും. എന്നാൽ ഗഗൻയാൻ പോലെയുള്ള സുപ്രധാന ദൗത്യങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നവരുടെ കൊഴിഞ്ഞുപോക്കാണ് ആശങ്കയുണ്ടാക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ISROയിൽ നിന്ന് ഒട്ടേറെ ജീവനക്കാർ ജോലി വിട്ടു പോകുന്നതായി ചെയർമാൻ V നാരായണനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പലരും പോകും. ഇത് ഓരോ സ്ഥാപനത്തിലും നടക്കുന്നതാണ്. ജോലി വിട്ടു പോകുന്നത് തടയാൻ മാത്രമല്ല പുതിയ നീക്കം. പെട്ടെന്നുള്ള കൊഴിഞ്ഞുപോക്ക് പ്രധാന പദ്ധതികളെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ പോയാൽ മറ്റു ചിലർ പകരം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും അതെല്ലാം തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ISRO അതിന് സജ്ജരാണെന്നും ചെയർമാൻ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിലെ അവസരങ്ങൾ മാത്രമല്ല നിലവിലെ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നാണ് ISROയുടെ വിലയിരുത്തൽ. അതേസമയം ഇതിനു മുമ്പും ഇത്തരത്തിൽ കൂട്ടരാജിയും VRSും ISROയിലും സംഭവിച്ചിട്ടുണ്ട്. 2004നും 2007നും ഇടയിൽ സ്ഥാപനത്തിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്തവരിൽ പകുതിയോളം പേർ ജോലി വിട്ടിരുന്നു. 2012നും 2024നും ഇടയിൽ ഏകദേശം 700ഓളം ജീവനക്കാർ ISROയിൽ നിന്ന് രാജിവെച്ചതായാണ് കണക്ക്. ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLVയുടെ തുടർച്ചയായ 2 ദൗത്യങ്ങൾ PSLV-C61, PSLV-C62 റോക്കറ്റിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറുകൾ മൂലം പരാജയപ്പെട്ടു. ഈ പരാജയങ്ങൾക്ക് ശേഷം ISROയുടെ പുതിയ വിക്ഷേപണങ്ങൾക്ക് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാങ്കേതിക തിരുത്തലുകൾ വരുത്തുന്നതിനായി കേന്ദ്ര സുരക്ഷാ
ഉപദേഷ്ടാവിന്റെയും വിദഗ്ധ സമിതിയുടെയും നേതൃത്വത്തിൽ വിശദമായ അന്വേഷണങ്ങൾ നടന്നുവരുന്നു. പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം ISROയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഭരണവിഭാഗത്തിലുമായി ഏകദേശം 14% തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. നിലവിൽ 1600-ലധികം ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കുറവുണ്ട്. ഇത് വൻകിട പ്രൊജക്ടുകളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തെ ബാധിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യരില്ലാതെയുള്ള ആദ്യ പരീക്ഷണ വിക്ഷേപണം നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയക്രമത്തിൽ നിന്നും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കയുടെ നാസ പോലുള്ള ആഗോള ഏജൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ISROയുടെ വാർഷിക ബജറ്റ് വിഹിതം വളരെ കുറവാണ്. ഇത് പുതിയ അത്യാധുനിക ഗവേഷണങ്ങൾക്കും, അതായത് ഉദാഹരണത്തിന് പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ വികസനത്തിനും വെല്ലുവിളി ഉയർത്തുന്നു. സ്പേസ് എക്സ് പോലുള്ള അന്താരാഷ്ട്ര സ്വകാര്യ കമ്പനികൾ കുറഞ്ഞ ചെലവിൽ പുനരുപയോഗ റോക്കറ്റുകൾ വഴി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതും ISROയുടെ വാണിജ്യ വിപണിക്ക് കടുത്ത മത്സരമുണ്ടാക്കുന്നു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വലിയ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. ISRO വെറും ഒരു ഉപഗ്രഹ വിക്ഷേപണ ഏജൻസി എന്നതിലുപരി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഡിമാൻഡ് ബേസ്ഡ് മോഡൽ. ഉപഗ്രഹ വിക്ഷേപണങ്ങൾ പൂർണ്ണമായും വാണിജ്യവൽക്കരിക്കാൻ ISROയുടെ വാണിജ്യ വിഭാഗമായ NSIL, അതായത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണവും വാണിജ്യ വിക്ഷേപണങ്ങളും ഇനി NSIL ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഇൻസ്പേസ്. സ്വകാര്യ കമ്പനികൾക്ക് ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരാൻ ഇൻസ്പേസ് എന്ന ഏകജാലക സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് ISROയുടെ ലാബുകളും വിക്ഷേപണ തറകളും ഉപയോഗിക്കാൻ അനുമതി ലഭിക്കും.